ഒരു ഏക്കറിൽ നമുക്കൊരു 30,000 മീൻ ഇടാൻ പറ്റും. 30,000 ഇൻറ്റു 60 രൂപ വെച്ച് കൂട്ടാം. 18 ലക്ഷം രൂപ കിട്ടും. മൈനസ് ഒരു 4 ലക്ഷം രൂപ. 14 ലക്ഷം നമ്മുടെ പ്രോഫിറ്റാണ്. 4 ലക്ഷം രൂപ ചിലവാണ്. പലരും അന്വേഷിച്ച് നടക്കുന്ന ഒരു മത്സ്യമാണിത്. നമുക്ക് വീട്ടിലിങ്ങനെ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ്. വളരെ ഇണക്കാണ്. നമ്മൾ വിളിക്കുമ്പോൾ പോലും ഇത് ഓടി വരും. കൂട് വരെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ടാങ്ക് നിർമ്മിക്കുമ്പോൾ ടാങ്ക് എങ്ങനെ കഴുകണം, വാഷ് ചെയ്യണം എന്നുള്ള കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ്. നാച്ചുറലായിട്ട് ബ്രീഡാവും. വേറൊരു തീറ്റയും കൊടുക്കേണ്ട അഡീഷണൽ. ഇതാണ് നമുക്ക് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ മീൻ. കണ്ട ഒരു 10 ഏക്കർ 20 ഏക്കറൊക്കെ കൂടുന്ന കുളങ്ങളുണ്ട്. ഒരു 10,000 ഗ്രാസ് കാർപ്പിനെ അങ്ങോട്ട് ഇറക്കി വിടുക. ഈ കുളം വൃത്തിയാക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്താൻ പറ്റിയൊരു മീനും കൂടെയാണ്. ഏകദേശം ഒരു 4 കിലോ സൈസൊക്കെ വരുന്ന ആൽബിനോ വൈറ്റ് എന്ന് പറഞ്ഞ സാധനം. വൈറ്റാണ് അതിൻ്റെ. കണ്ട ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇത് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന മീനാണ്. പല ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ ടാങ്കിൽ ചെറിയ മീൻ, കുറച്ച് മീൻ എങ്ങനെയാണ് മീൻ വളർത്താന്നൊക്കെ ചോദിക്കുന്നില്ലേ, അവർക്ക് ബെസ്റ്റ് മീനാണിത്. അപ്പോൾ അതിന് വെള്ളം മാറണ്ട. അതുപോലെ കരിമീൻ വളർത്താനുള്ള സിമ്പിളായ കാര്യങ്ങൾ വെറുതെ തെങ്ങും പട്ട ഇട്ടാൽ മതി. ഒരിക്കലും 2 ഇഞ്ച് 2.5 ഇഞ്ച് കാർപ്പിന് നിങ്ങൾ കൊടുക്കരുത്, അല്ലെങ്കിൽ ഇടരുത്. നമ്മുടെ ഇപ്പോൾ ഈ ടാങ്കിൽ വരുന്നത് നമുക്ക് ആസാമാളുടെ കുഞ്ഞുങ്ങളാണ്. ഇതിൽ നമുക്ക് കരിമീൻ്റെ വരുന്നുണ്ട്, ഗ്രാസ് കാർപ്പ്, അനാബസ്. അനാബസ് എന്നൊക്കെ പറഞ്ഞ മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയൊരു മീനാണ് കേട്ടോ. ഓക്സിജൻ അന്തരീക്ഷത്തിൽ ശ്വസിക്കുന്ന മത്സ്യമാണ്. നമ്മുടെ ഈ പണ്ടുള്ള നമ്മുടെ കരിപ്പിടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഹൈബ്രിഡാണ് അനാബസ്. കുറച്ചുകൂടി നല്ല മീനാണ്, പെട്ടെന്ന് വളർച്ച കിട്ടും. വിയറ്റ്നാമിൽ നിന്ന് വരുന്ന മീനാണ്. 1 കിലോ വരെ സൈസ് വരും. കുറച്ചുകൂടി നല്ല വെറൈറ്റി ഹൈബ്രിഡാണ്. ആ ഒരു ടാങ്കിൽ ഗൗരാമി, ജൈൻ ഗൗരാമി ഉണ്ടല്ലോ, ഗൗരാമിയുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്ന പാഴ്സൽ സർവീസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല, ആ വീടിൻ്റെ അടുത്തുള്ള പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതെടുത്ത് പറയട്ടെ, അതിനുള്ള സർവീസ് ചാർജ് നിങ്ങൾ തന്നെ തരിക. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കണ്ട, നിങ്ങൾക്ക് അവിടെ അടുത്ത പോയിന്റിൽ നമുക്ക് കിട്ടും. സീരിയസ് ആയിട്ട് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. നമ്മളൊരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഓൺലൈൻ ക്ലാസ്. ചിലപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല മത്സ്യകൃഷിയെ കുറിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മത്സ്യ കർഷക ക്ലാസ്, അതായത് എങ്ങനെ ശാസ്ത്രീയമായിട്ട് മത്സ്യകൃഷി ചെയ്യണം എന്നുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, കൃഷിയെക്കുറിച്ച് അറിയാനായിട്ട്, എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഗൗരാമി, ജൈൻ ഗൗര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മത്സ്യമാണ്. പലരും അന്വേഷിച്ച് നടക്കുന്ന ഒരു മത്സ്യമാണിത്. നമുക്ക് വീട്ടിലിങ്ങനെ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്നൊരു മത്സ്യമാണ്. ഒരു മത്സ്യം ഏകദേശം ഒരു 10-15 കിലോ വരെ വലിപ്പം വരുന്ന ഒരു മത്സ്യമാണ് കേട്ടോ. ഇതിന് വേറെ തീറ്റകളൊന്നും കൊടുക്കണ്ട, വെറുതെ അസോള, അതുപോലെ ചേമ്പിൻ്റെ ഇല. ഇവരുടെ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് ചേമ്പിൻ്റെ ഇലയാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയ മത്സ്യമാണ്. കുറച്ച് വിലയുള്ള മത്സ്യക്കുഞ്ഞുങ്ങളാണ് എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന മത്സ്യമാണ്. വെള്ളം മാറ്റണ്ട, അതായത് ഏത് പൊട്ട വെള്ളത്തിലും കിടക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. വെള്ളം മാറ്റണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ജൈൻ ഗൗര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അയച്ചു തരുന്നതായിരിക്കും. സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും. ഇപ്പോൾ ഒരു 50 രൂപ മുതൽ ഒരു 60 രൂപ വരെയൊക്കെ ഇതിൻ്റെ റേറ്റ് വലിപ്പം അനുസരിച്ച് വരും. വില കൂടിയ മത്സ്യക്കുഞ്ഞുങ്ങളത്. നമ്മൾക്ക് മറ്റേ വാളുടെ പോലെ 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് കിട്ടുന്ന മത്സ്യമല്ല അത്. ഇത് വളരെ ഇണക്കാണ്. നമ്മൾ വിളിക്കുമ്പോൾ പോലും ഇത് ഓടി വരും. വീട്ടിലെ ചോറ് അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റൊക്കെ കൊടുത്തിട്ട് നമുക്കിതിനെ വളർത്താം. ഇതൊക്കെ നമുക്ക് വീടുകളിലൊക്കെ വളർത്താൻ പറ്റിയ മത്സ്യമാണ് കേട്ടോ, സുഖമായിട്ട്. ഇത് ഓട്ടോമാറ്റിക് കൂട് വരെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇവർ നിർമ്മിക്കുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള നൂലുകൾ, അതുപോലെ ഈ ചാക്കിൻ്റെയൊക്കെ നൂലുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തനിയെ കൂടുണ്ടാക്കും.
വീടുകളിൽ അല്ലെങ്കിൽ നമുക്ക് കുളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ടാങ്ക് നിർമ്മിക്കുമ്പോൾ ടാങ്ക് എങ്ങനെ കഴുകണം, വാഷ് ചെയ്യണം എന്നുള്ള കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, പൈപ്പുമ്മ നെറ്റ് കണ്ടോ, അവിടെ നെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ അതിൽ പോവില്ല. അതിൽ നമുക്ക് ഈ മീനിൻ്റെ വേസ്റ്റും സെഡിമെൻസും മാത്രമാണ് പുറത്ത് പോവുള്ളൂ. അങ്ങനെ ഇത് കറക്റ്റായിട്ട് ഡ്രൈൻ ഔട്ട് ചെയ്ത് വിടണം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഇതുപോലെ ക്ലീൻ ചെയ്ത് വിടാൻ പറ്റിയ ഏറ്റവും ബെറ്ററാണ്. അത് മീൻ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ മീനുകളും നല്ല ഹെൽത്തി ആയിരിക്കും. ഇങ്ങനെ വാട്ടർ മാറാത്ത ഹാച്ചറികളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ വാങ്ങരുത്. അത് അൺകണ്ടീഷനായിരിക്കും. അത് എത്ര വലിയ ഫാമായാലും വാട്ടർ ചേഞ്ച് ചെയ്യണം. ഞങ്ങളിവിടെ ഡെയിലി 2 നേരം ചേഞ്ച് ചെയ്യും. ഇത് നമ്മൾ കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നാച്ചുറലായിട്ട് ബ്രീഡാവും. വേറൊരു തീറ്റയും കൊടുക്കേണ്ട. അഡീഷണൽ നാച്ചുറലായിട്ട് ചാണകം, തവിട്, പിണ്ണാക്ക് മാത്രം കൊടുത്താൽ മതി കരിമീനിന്. ഇതാണ് നമുക്ക് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ മീൻ, കണ്ടോ. ഇപ്പോൾ വെള്ളത്തിലെ പശു എന്നറിയപ്പെടുന്ന ഒരു മത്സ്യം കൂടിയാണ്. നമുക്ക് കുളങ്ങളിൽ ചണ്ടി, പുല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്ന് കുളം വൃത്തിയാക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. ഒരുപാട് കുളങ്ങളിൽ ചണ്ടിയും പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മത്സ്യം ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിലെ ചണ്ടിയും പുല്ലൊക്കെ തിന്ന് അങ്ങോട്ട് അവസാനിപ്പിച്ച് കുളങ്ങൾ വൃത്തിയാക്കി തരും. ഒരുപാട് വലിയ വലിയ കുളങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. ഒരു 10 ഏക്കർ 20 ഏക്കറൊക്കെ കൂടുന്ന കുളങ്ങളുണ്ട്. ഒരു 10,000 ഗ്രാസ് കാർപ്പിനെ അങ്ങോട്ട് ഇറക്കി വിടുക. ഈ കുളം വൃത്തിയാക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും വേണ്ട. ഒരു 10,000 കുഞ്ഞുങ്ങളെ ഇറക്കി വിടുക, ആ കുളം അങ്ങോട്ട് വൃത്തിയായിട്ടുണ്ടാവും. ഒരു കൊല്ലം കൊണ്ട് അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള, അപ്പോൾ നമുക്ക് മത്സ്യവും കിട്ടി, മീൻ വലുതാവുകയും ചെയ്തു, കുളം വൃത്തിയാവുകയും ചെയ്തു. ആ രീതിക്ക്. പിന്നെ അമ്പലക്കുളങ്ങളിൽ ഇവിടെയൊക്കെ ഗ്രാസ് കാർപ്പ് ഇറക്കി വിടുക. ഈ പായലുകളൊക്കെ ഉള്ള കുളങ്ങളുണ്ട്, ഗ്രാസ് കാർപ്പ് ഇറക്കി വിട്ടാൽ മതി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഗ്രാസ് കാർപ്പിന് വിടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി പുല്ലാണ് ഒരു ദിവസം തിന്നുക. ഇപ്പോൾ 100 ഗ്രാം ഗ്രാസ് കാർപ്പാന്ന് നോക്കിയാൽ അത് 300 ഗ്രാം പുല്ല് ഒരു ദിവസം തിന്നു തീർക്കും. പിന്നെ അതിൻ്റെ വിസർജനമാണ് മറ്റ് മീനുകൾക്ക് തീറ്റയായി മാറുന്നത്. ഇപ്പോൾ നമ്മളൊരു വേറെ മീനുകൾ ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൽ കരിമീൻ ഇടുന്നു, അല്ലെങ്കിൽ അനാബസിന് ഇടുന്നു, അപ്പോൾ വാളേനെ ഇടുന്നു. ഇതിൻ്റെ വിസർജനം മറ്റ് മീനുകൾക്ക് തീറ്റയായി, മനസ്സിലായ. അപ്പോൾ അവിടെ 2 പ്രോസസ്സ് നടന്നു. ഇതും തിന്നു, മറ്റ് മീനും വലുതായി. അപ്പോൾ ഏത് മീനിടുമ്പോൾ കുറച്ച് ഗ്രാസ് കാർപ്പ് ഇട്ട് കൊടുക്കുക, അപ്പോൾ മറ്റ് മീനുകളും വലുതാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സർക്കിൾ പോലെ ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം മത്സ്യകൃഷി ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ വെള്ളം മാറും. ഡെയിലി മാറുമ്പോൾ നമ്മൾ നേരെ താഴത്തെ കുളത്തിലേക്ക് വിടുക. ആ കുളത്തിൽ നിന്നാണ് നമ്മൾ ബാക്കിൽ കാണുന്ന കൃഷികൾ മുഴുവൻ നനയ്ക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 30% വിളവ് കൂടുക ചെയ്യുക. അപ്പോൾ ഏത് കൃഷി ആയിക്കോട്ടെ, ചീര ആയിക്കോട്ടെ, വാഴ ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ. ഇപ്പോൾ മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ ഏലൊക്കെ കൃഷി ഉണ്ടാകും. അവിടെയൊക്കെ നമ്മൾ മത്സ്യകൃഷി ചെയ്യുക. ആ വെള്ളം വെച്ചിട്ട് നമ്മൾ ഏലം നനയ്ക്കുക. ഏലത്തിൻ്റെ വിളവ് കൂടും. ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരുപാട് കുളങ്ങളും കാര്യങ്ങളൊക്കെ. കുറച്ച് ആസാമാള വാങ്ങി വിടുക, ആ വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് നനയ്ക്കുക. അപ്പോൾ ഏലം ഇപ്പോൾ ഒരു 15% 20% കൂടിയാൽ തന്നെ, വിളവ് കൂടിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ടണ്ണ് കൂടിയെന്നുള്ളത്. നമുക്ക് കിട്ടാൻ പോണത് എന്താ, കുറച്ച് മത്സ്യം കിട്ടും, അതിനോടൊപ്പം ഏലവും കൂടും. അപ്പോൾ അതുപോലെ ഒരു സമ്മിശ്ര മത്സ്യകൃഷിയിലേക്ക് കൊണ്ടുവരിക. പച്ചക്കൃഷി അല്ലെങ്കിൽ കൃഷിയോടൊപ്പം തന്നെ മത്സ്യകൃഷിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നെല്ലും മീനും അങ്ങനെയുള്ള പദ്ധതികളൊക്കെ വരുന്നത് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഈ മീൻ നമ്മൾ പാടത്ത് വളർത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിസർജനമാണ് പാടത്ത് മണ്ണിൽ ചേർന്നത്. അതുകൊണ്ടാണ് നെല്ലിൻ്റെ വിളവ് കൂടുന്നത് പിറ്റത്തെ കൊല്ലം, മനസ്സിലായോ. അവിടെ ഒരു ശാസ്ത്രീയ വശം വരുന്നുണ്ട്. മീനിൻ്റെ വിസർജനം മണ്ണിൽ കിടക്കുകയാണല്ലോ, വളമായി. പിന്നെ നമ്മൾ പിറ്റത്തെ കൊല്ലം നെല്ലാണ് ചെയ്യണത്, നെല്ലിന് വിളവ് കൂടി. ആസാമാള എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണിത്, ആസാമാള. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന മത്സ്യമാണ്. പിന്നെ ഇത് നമുക്ക് ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്താൻ പറ്റിയൊരു മീനും കൂടിയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ഫുഡ് വേസ്റ്റുകൾ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയൊരു മീനാണ്. എന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊരു വെറുതെ കുളത്തിൽ കൊണ്ടിട്ടിട്ട് ഒരു ചെറിയ വലയും കെട്ടി ആ ഫുഡ് വേസ്റ്റ് വരുന്ന വേസ്റ്റുകൾ മുഴുവൻ അതിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു 7-8 മാസം കൊണ്ട് 1.5 മുതൽ 2 കിലോ വരെ വളർച്ച വരുന്ന മീനാണ്. നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ തരുകയും ചെയ്യും. ഇത് വലുതായി കഴിയുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇന്നാളെ എൻ്റെ അടുത്ത് ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പൊറോട്ട ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട്. അപ്പം അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു
ഒരു കാര്യം ചെയ്താൽ നിങ്ങളൊരു വലിയൊരു കുളം എടുക്കുക, കുറച്ച് കുഞ്ഞുങ്ങളെ തന്നെ ഇവിടെ ആ പൊറോട്ട വേസ്റ്റ് വരെ മൊത്തമായിരിക്കും ഇടുക. അപ്പോൾ നമുക്ക് ബൈ പ്രോഡക്റ്റായിട്ട് മീൻ വലുതായി കിട്ടും. മനസ്സിലായോ? നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യണം. മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പം കിലോന് എത്ര രൂപ വെച്ച് നമ്മളെ സ്പോട്ടിൽ വന്ന് മീൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഇപ്പം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് അപ്പം അവർക്ക് കൃഷി ചെയ്യാനായിട്ട് നല്ലൊരു മത്സ്യം കൂടിയാണിത്. മനസ്സിലായോ? അപ്പോൾ തീറ്റ ചിലവ് വരുന്നില്ല. മനസ്സിലായി? അപ്പോൾ കോഴി വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എല്ലാം കഴിക്കും. ഇത് പച്ചക്കറി വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അത് മാത്രം കൊടുത്തിട്ട് നമുക്ക് വളർത്താം. വേറെ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട കാര്യമില്ല. മനസ്സിലായി? അതിന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റിയ വേറെ മത്സ്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു സമ്മിശ്രമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം അതാണ് ആസാം. ഒരു സെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 400 എണ്ണം വരെ വളർത്താൻ പറ്റും. മനസ്സിലായോ? ഒരു 7 മാസം കൊണ്ടൊക്കെ 1.5 കിലോ ഒക്കെ സിമ്പിളായിട്ട് വളരുന്നുണ്ട്. ഒരു കൊല്ലം കൊണ്ട് 3 കിലോ വരെ വരുന്നുണ്ട് സൈസ്. അപ്പോൾ ഇത് ഗൗര എന്ന് പറഞ്ഞ മീനാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഗൗരാമീൻ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വലിയ മത്സ്യമാണത്. ഏകദേശം ഒരു 4 കിലോ സൈസൊക്കെ വരുന്ന ഒരു ഐറ്റമാണിത്. അതിൻ്റെ തന്നെ ഒരു ആൽബിനോ വൈറ്റ് എന്ന് പറഞ്ഞ സാധനം, വൈറ്റാണ് അതിൻ്റെ. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് നാച്ചുറലായിട്ട് ബ്രീഡാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ബ്രീഡായ കുഞ്ഞുങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ബ്ലാക്ക് സൈസ് ആണെങ്കിൽ. കണ്ടാ? ഈ ഒരു മീനിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കല്ലൂത്തി അല്ലെങ്കിൽ മറ്റേ കരിപ്പിടി എന്നൊക്കെ പറഞ്ഞ മീനാണിത്. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇത് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന മീനാണ്. അനാബോസ് എന്ന് പറഞ്ഞ പേരായിട്ടുള്ള ഇത് ഏകദേശം 1 കിലോ വരെ സൈസ് വരും. ഇപ്പം നമുക്ക് വീടുകളിൽ ചെറിയ ടാങ്കുകളിലൊക്കെ വളർത്താൻ പറ്റിയൊരു മത്സ്യമാണ്. പല ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ ടാങ്കിൽ ചെറിയ മീൻ, കുറച്ച് മീൻ എങ്ങനെയാണ് മീൻ വളർത്താനൊക്കെ ചോദിക്കുന്നില്ലേ, അവർക്ക് ബെസ്റ്റ് മീനാണിത്. അപ്പോൾ അതിന് വെള്ളം മാറണ്ട. ഓക്സിജൻ അന്തരീക്ഷത്തിലാണ് ശ്വസിക്കുന്നത്. പിന്നെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റിയ മത്സ്യം കൂടിയാണ്. ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സെൻറ്റിൽ വേണമെങ്കിൽ നാച്ചുറൽ കുളങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 1000-1500 മീൻ വരെ വളർത്താൻ പറ്റും. ഭയങ്കര പ്രതിരോധ ശക്തിയാണ്, മെഡിസിൻ പവറുള്ള മീനാണ്. ശ്വാസമുട്ട്, അലർജി അങ്ങനെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള മീനും കൂടിയാണിത്. മനസ്സിലായോ? അപ്പോൾ നല്ല ഉറപ്പുകൂടിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ്. നിങ്ങൾക്ക് പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഇപ്പോൾ പിലോപ്പിയിലൊക്കെ പോലെ വരുന്ന ഒരു വെറൈറ്റിയാണ്. കുറച്ച് മുള്ളുണ്ടാവുന്നത് മാത്രം, പക്ഷേ ഹാർഡാണ്. ഓക്സിജൻ അന്തരീക്ഷമാണ്. പിലോപ്പി പോലെ ഓക്സിജൻ കൊടുക്കണ്ട. നമുക്ക് ടാങ്കുകളിൽ, ചെറിയ ടാങ്കുകളിൽ ഓക്സിജൻ കൊടുക്കാതെ വളർത്താൻ പറ്റിയ മത്സ്യമാണ്. ഇപ്പോൾ നമുക്കൊരു 100 200 ഇടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ വരുന്ന ചോറിന് ഇട്ട് കൊടുത്താൽ മതി വലുതാവൻ. കുളം നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ഡെമോ കുളമാണ് കാണിച്ചു തരാൻ പോണത്. സൈഡ് നെറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മേൽ നെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ക്ലോസിങ്ങിനായിട്ട് ഡോറ്, പൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CCTV ക്യാമറ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും എൻട്രൻസ് ഇല്ല. ഉള്ളിലൊരു നെറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ നെറ്റിന് പുറമെ തന്നെ ഉള്ളിൽ വേറെ ഒരു നെറ്റ് കൂടി ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ വെള്ളം കയറി മറിഞ്ഞാൽ തന്നെ മീൻ പോവില്ല. അതുപോലെ ബണ്ട് നിർമ്മിക്കുക. നമ്മളിപ്പം ഈ കര ലെവലിൽ നിന്ന് ഒരു 3.5 അടി ഹൈറ്റിലാണ് ബണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അതുപോലെ ചുറ്റോട് ചുറ്റും ബണ്ടായിരിക്കും. കുളത്തിന് ചുറ്റും കോരിയിടുന്ന മണ്ണ് മുഴുവൻ നമ്മൾ ബണ്ട് നിർമ്മിക്കും. അതായത് 3.5 അടി ഹൈറ്റിലായിരിക്കും ബണ്ട് ഉണ്ടാവുക. അതിനുശേഷം ഈ ബണ്ടിൻ്റെ മേലെ നമ്മൾ സൈഡ് നെറ്റ് കൊടുക്കും. കർഷകർക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, നമുക്ക് മത്സ്യകൃഷി ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏക്കർ കുളത്തിൽ നമ്മളൊരു ആസാം വാള കൃഷി ചെയ്യാമെന്ന് വയ്ക്കാം. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തു. നമ്മളൊരു ഏക്കറിൽ നമുക്കൊരു 30,000 മീൻ ഇടാൻ പറ്റും. 30,000 × 60 വെച്ച് കൂട്ടാം. 18 ലക്ഷം രൂപ കിട്ടും. ഈ 18 ലക്ഷത്തിൽ നിന്ന് ഒരു മൈനസ് ഒരു 4 ലക്ഷം രൂപ. 14 ലക്ഷം നമ്മുടെ പ്രോഫിറ്റാണ്. 4 ലക്ഷം രൂപ ചിലവാണ്. അത് കുഞ്ഞുങ്ങൾ അവർക്ക് നമുക്ക് തീറ്റ കൊണ്ടെടുക്കാൻ വേണ്ടി എക്സ്പെൻസ് നമ്മുടേതായുള്ള എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. ഒരു 4 ലക്ഷം രൂപ എക്സ്പെൻസ് കൂട്ടിയാൽ പോലും നമുക്ക് ഒരു ഏക്കറിന് 14 ലക്ഷം രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ആസാം വാള. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ബൾക്കായിട്ട് ചെയ്യണം, ലാർജ് സ്കെയിലിൽ ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു 100 50 ഒരു 500 അതുകൊണ്ട് നമ്മൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുള്ള സോഴ്സ് ഇവിടെ ഉണ്ട്. ആ സോഴ്സിനെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, കറക്റ്റായിട്ട് കുളം നിർമ്മിക്കുക, ശാസ്ത്രീയമായിട്ട് കുളം ഒരുക്കുക, ശാസ്ത്രീയമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക, നഴ്സറി ചെയ്യുക, നെറ്റ് ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ടുള്ള ഫുഡ്, എക്സ്പെൻസ് ഇല്ലാത്ത ഫുഡ് നമ്മൾ കൊടുക്കുക. അപ്പോൾ മാത്രമാണ് ഈ എമൗണ്ട് നമുക്ക് കിട്ടുക. നമുക്ക് 6 മാസം എന്നുള്ളത് 1 വർഷം കൊണ്ട് പിടിച്ചാൽ മതി.
എങ്ങനെ പോയാലും നമുക്ക് 14 ലക്ഷം എന്നുള്ളത് 15 ലക്ഷത്തിന് മേലെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും സിമ്പിളായിട്ട്. അത്രയും സാധ്യതയുള്ള ഒരു ഫീൽഡാണ് കൃഷിയാണ്. സിമ്പിളായിട്ട് ഇതിനായിട്ട് വലിയ സമയമൊന്നും വേണ്ടി വരില്ല. നമ്മളൊരു ഒരു 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 ദിവസത്തിൽ ഒരു 2-2.5 മണിക്കൂർ മാറ്റി വെച്ചാൽ മാത്രം മതി. ഇന്നത്തെ നമ്മുടെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കൃഷിയും കൂടിയാണ്. അതുപോലെ തന്നെ സമ്മിശ്രമായിട്ട് നമുക്ക് വേറെ കൃഷികളുണ്ടെങ്കിൽ ഈ വെള്ളം വെച്ചിട്ട് വേറെ വാഴ മറ്റ് കൃഷികൾ നനച്ചു കൊടുക്കും കൂടി ചെയ്യാൻ പറ്റും. അപ്പോഴും അതിൻ്റെ ആദായം കൂടുകയുള്ളൂ. അങ്ങനത്തെ ഒരു സമ്മിശ്രമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. മത്സ്യകൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് വിളിക്കുക ചെയ്യുക. അപ്പോൾ അതിനൊരു നമ്മളൊരു ട്രെയിനിങ് പോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു സൂം മീറ്റിംഗ് ഓൺലൈനായിട്ട്. മത്സ്യകൃഷിയായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് ആ ഓൺലൈനായിട്ടുള്ള മത്സ്യകൃഷി പരിശീലനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. എന്നാൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീയും കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കുഞ്ഞുങ്ങളും അവയുമായി ബന്ധപ്പെട്ടുള്ള തീറ്റ കാര്യങ്ങൾ, വല എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും.